കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വളരെ ചരിത്ര പ്രാധാന്യമുള്ള മണ്ണിലാണിപ്പോൾ ആയിരിക്കുന്നത്. തുർക്കിയുടെയും ഇറാന്റെയും ബോർഡറിലാണ്. നമ്മൾ പുറകിൽ കാണുന്നത് അത്ര വ്യക്തമല്ല എങ്കിലും ഇത് അറാറത്ത് പർവ്വതമാണ്. നോഹ പെട്ടകം പണിത് ഭൂമുഖം മുഴുവൻ പരിശുദ്ധമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അവസാനം നോഹയുടെ പെട്ടകം ഉറച്ചത് ഈ അറാറത്ത് പർവ്വതത്തിലാണെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. എന്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് നൽകിയ വളരെ നിർണായകമായൊരു അടയാളമായിരുന്നു. മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹയുടെ ദിനങ്ങൾ പോലെയായിരിക്കും. നമ്മുടെ കാലഘട്ടത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വചനമാണ്. നിത്യതയുടെ വെളിച്ചം നഷ്ടപ്പെട്ട് ലൗകികരായി ലോകത്തിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു തലമുറയിൽ ദൈവത്തോടു കൂടെ നടന്ന് കർത്താവിന്റെ വഴിയിൽ ജീവിച്ച നീതിമാനായ ദൈവമനുഷ്യനായിരുന്നു നോഹ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നോഹയ്ക്ക് ലഭിച്ച അതേ വിളിയാണ്. പാപം നിറഞ്ഞ വിശ്വാസ നഷ്ടപ്പെട്ട വക്രതയുള്ള ഈ തലമുറയിൽ കർത്താവിനും കർത്താവിന്റെ സത്യവചനത്തിനുമായി നിലകൊണ്ട് ഈ തലമുറയ്ക്ക് നിത്യതയുടെ വെളിച്ചം നൽകുവാൻ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ മഹത്വം മനസ്സിലാക്കി നമുക്ക് ജീവിക്കുകയും നിത്യതയുടെ ദർശനം ഈ തലമുറയ്ക്ക് നൽകുകയും ചെയ്യാം. ഈ അറാറത്ത് പർവ്വതത്തിന്റെ താഴെ നിൽക്കുമ്പോൾ ഹൃദയം പ്രകാശിതമാവുകയാണ്. എത്ര അർത്ഥവത്താണ് കർത്താവിന്റെ ഓരോ വചനം. പരിശുദ്ധ ബൈബിൾ അത് വിശ്വാസയോഗ്യമാണെന്ന് ഈ ചരിത്ര സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനോട് ചേർന്ന് ഈ വിശ്വാസയാത്ര നമ്മളെല്ലാവരും